പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 299 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ തെയദോറിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ മരിയ ഫൗസ്റ്റീനയെക്കുറിച്ചാണ്. 1905 ഓഗസ്റ്റ് 25 പോളണ്ടിൽ ഗ്ലോഗമീസ് എന്ന ഗ്രാമത്തിൽ കോവാൽസ്കി കുടുംബത്തിലാണ് മരിയ ജനിച്ചത്. ജ്ഞാനസ്നാന നാമം ഹെലൻ എന്നായിരുന്നു. 29 വയസ്സിൽ ഹെലൻ മാഗ്ദലിൻ സഹോദരിമാരുടെ മഠത്തിൽ ചേർന്നു. 3 പ്രാവശ്യം മാതാപിതാക്കൾ ഹെലന്റെ മഠപ്രവേശത്തിന് പ്രതികൂലമായി പ്രതികരിച്ചെങ്കിലും അവസാനം സമ്മതം നൽകി. സന്യാസിനിയാകാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതിരുന്നതിനാൽ തുണ സഹോദരിയായിട്ടാണ് അവളെ മഠത്തിൽ സ്വീകരിച്ചത്. പരിശീലന കാലഘട്ടം കഴിഞ്ഞ് വൃദ്ധാനുഷ്ഠാനം നടത്തിയപ്പോൾ മരിയ ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിച്ചു. പാചകം, തോട്ടപ്പണി, വാതിൽ സൂക്ഷിപ്പ് തുടങ്ങിയ എളിയ ജോലികളാണ് ഫൗസ്റ്റീനയെ ഏൽപ്പിച്ചത്. 1931 ഫെബ്രുവരി 22 ഈശോ ഒരു പ്രത്യേക ദർശനം അരുളിക്കൊണ്ട് അവളെ തന്റെ ദൗത്യവാഹകയായി തിരഞ്ഞെടുത്തു. വിശുദ്ധയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദർശനങ്ങളുടെ ഫലമായി അവൾ പലരുടെയും നിന്ദാവിഷയമായി മാറി. ശ്വാസകോശ സംബന്ധമായ രോഗവും അവളെ അലട്ടി. തനിക്ക് അനുഭവപ്പെട്ട വേദനകളും നിന്ദകളുമെല്ലാം ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വൈദികരുടെ വിശദീകരണത്തിനും തിരുസഭയുടെ ആവശ്യങ്ങൾക്കും വളർച്ചയ്ക്കും ലോകം മുഴുവന്റെയും നന്മയ്ക്കും വേണ്ടി അവൾ സമർപ്പിച്ചു. 1938 ഒക്ടോബർ 5 33 വയസ്സിൽ നിര്യാതയായ ഫൗസ്റ്റീനയെ സ്വന്തം നാട്ടുകാരനായ ജോൺ പോൾ II പാപ്പ ജൂബിലി വർഷമായ 2000 ഏപ്രിൽ 30 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഫൗസ്റ്റീനയുടെ വാക്കുകൾ ശ്രവിക്കാം. തന്നിൽ തന്നെ സംതൃപ്തനായവൻ ദൈവത്തെ വെറുപ്പിക്കുന്നു. മനുഷ്യരുടെ പ്രശംസകൾ ഒരാൾ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ പുണ്യങ്ങൾ അവനിൽ നിന്നും എടുത്തു നീക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഉണ്ടാകും ഉന്നതമായ ചില ലക്ഷ്യങ്ങൾ. അവ നേടുന്നതിനായുള്ള നമ്മുടെ ശ്രമങ്ങൾ തന്നെയാണ് നമ്മുടെ പോരാട്ടങ്ങൾ. ഉള്ളിലുള്ള സ്വപ്നങ്ങളും പുറമേയുള്ള പ്രതിബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് വിജയത്തിലേക്കും നേട്ടങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത്. ഈ വിജയം നേടാനുള്ള പോരാട്ടത്തിനിടയിൽ ഒത്തിരി പ്രതിബന്ധങ്ങളും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ ഇച്ഛാശക്തിക്കും ആത്മധൈര്യത്തിനും മുകളിലേക്ക് ഉയരാൻ ഒരു തടസ്സത്തിനുമാവില്ല എന്ന് സ്വയം വിശ്വസിക്കുക. നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അഭിലാഷം നമുക്കുള്ളിൽ തീവ്രമായിരിക്കണം. എങ്കിൽ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും നമുക്ക് അതിജീവിക്കാനാകും. ഏവർക്കും നന്ദി.